ഈശോയുടെ ദിവ്യകാരുണ്യഹൃദയത്തിന് സ്തുതി. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. വിനുക്കുട്ടന് ഒന്നും തന്നെ മനസ്സിലായില്ല. ഇന്നലെ മുതൽ വീട്ടിലാകെ കേൾക്കുന്നത് ഇത്തരത്തിലുള്ള പാട്ടുകൾ മാത്രമാണ്. ജോസപ്പാപ്പനെ എല്ലാവരും ചേർന്ന് ആ തണുത്ത ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ പപ്പായും അങ്കിളുമാരൊക്കെ ചേർന്ന് അപ്പാപ്പനെ എടുത്ത് ഒരു മരപ്പെട്ടിയിലേക്കാക്കി. മിനിയാൻറ്റിയുടെ മഠത്തിൽ നിന്ന് വന്ന സിസ്റ്റേഴ്സ് എല്ലാവരും ചേർന്ന് കുറേ പൂക്കൾ വെച്ച് അലങ്കരിച്ചു. മമ്മിയും മറ്റുള്ളവരും ചേർന്ന് ചുറ്റിലും നിന്ന് കരയുന്നുണ്ട്. ഒത്തിരിയേറെ അച്ഛന്മാർ വരുന്നു, സിസ്റ്റേഴ്സ് വരുന്നു, എല്ലാവരും കുറേ പ്രാർത്ഥനകളും ചൊല്ലുന്നു. വൈകുന്നേരം 3 മണിയോടുകൂടി വികാരിയച്ഛനും പള്ളിയിൽ നിന്ന് മറ്റുള്ളവരും വന്ന് അപ്പാപ്പനെയും കൊണ്ട് പള്ളിയിലേക്ക് പോയി. അതിനുശേഷം എന്നും അപ്പാപ്പൻ്റെ കൈയും പിടിച്ച് ഞാൻ പോകാറുള്ള ആ സെമിത്തേരിയിലേക്ക് കടന്നു ചെന്നു. വീണ്ടും കുറേയേറെ പ്രാർത്ഥനകൾക്ക് ശേഷം അപ്പാപ്പനെ എല്ലാവരും ചേർന്ന് ആ കുഴിയിലേക്ക് വെച്ചു. ഒന്നു മാത്രം എല്ലാവരും പറഞ്ഞു തന്നു: ജോസപ്പാപ്പൻ ഇനി തിരിച്ചു വരില്ല. എന്താണ് ഈ മരണമെന്ന് പറയുന്നത്? അന്ന് വൈകുന്നേരമായപ്പോൾ വിനുക്കുട്ടൻ മമ്മിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു: മമ്മി, എന്താണ് ഈ മരണം എന്നത്? വിനുക്കുട്ടനെ ചേർത്ത് നിർത്തി മമ്മി പറഞ്ഞു കൊടുത്തു: എല്ലാ ദിവസവും നിന്റെ പപ്പായെയും കാത്ത് വൈകുന്നേരങ്ങളിൽ നീ ഇരിക്കാറുണ്ട്. ചിലപ്പോൾ പപ്പ വരുന്നത് ഒത്തിരി വൈകിയായിരിക്കാം. പപ്പയെയും കാത്തിരിക്കുന്നത് നീ ചിലപ്പോൾ ടി-വിയുടെ മുൻപിലായിരിക്കാം, ചിലപ്പോൾ നിന്റെ പഠനമേശയിലായിരിക്കാം, ഊട്ടുമേശയിലായിരിക്കാം. അവിടെ കിടന്ന് നീ ഉറങ്ങിപ്പോയാലും പിറ്റേ ദിവസം നിനക്കൊരു കാര്യം ഉറപ്പാണ്: നീ കണ്ണു തുറക്കുമ്പോൾ നീ കാണുന്നത് നിന്റെ പപ്പയുടെ മുഖം തന്നെയായിരിക്കും. അതേ പ്രിയമുള്ളവരെ, മരണം എന്നതും നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ മുഖം നാം നമ്മുടെ കണ്ണാൽ തന്നെ കാണുന്ന ഒരു ദിവസമാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്: ദൈവപിതാവിൻ്റെ മുഖം അന്ന് വരെയും വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നാം കണ്ട ആ തിരുമുഖത്തെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നാം കാണുന്നു. സ്വർഗത്തിലെ നമ്മുടെ ജനനമാണ് മരണമെന്നത്. ഇത് നവംബർ മാസം. മരിച്ചുപോയ ആത്മാക്കളെ പ്രത്യേകമാം വിധം നാം അനുസ്മരിക്കുന്ന, ഓർമ്മിക്കുന്ന പുണ്യദിനങ്ങൾ. നവംബർ 2 നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നാം ഓർക്കുന്ന, ധ്യാനിക്കുന്ന പുണ്യപ്പെട്ട ഒരു ദിനം. എന്താണ് ഈ മരണം? എന്താണ് മരണാനന്തര ജീവിതം? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ നമുക്കിത് വ്യക്തമാക്കി തരുന്നുണ്ട്. ഓരോ ശരീരത്തിനും മരണമുണ്ട്. എന്നാൽ അതിനപ്പുറം ഈ ശരീരത്തിനുള്ളിൽ ഒരാത്മാവുണ്ട്. എന്നും നിലനിൽക്കുന്ന, ജീവൻ നൽകുന്ന ഒരാത്മാവ്. മരിക്കുന്ന ഓരോ വ്യക്തിക്കും പുനർജീവിതമുണ്ടെന്നും അവൻ ഓരോരുത്തരും യേശുവിൽ പുനർജനിക്കുകയാണെന്നും ഓരോ മരണവും നമ്മെ അനുസ്മരിപ്പിക്കുന്നുമുണ്ട്. മർത്ത പറയുന്നൊരു വാചകമുണ്ട്: കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. അതെ, ഈശോ കൂടെയില്ലാത്ത ഒരവസ്ഥ, അതാണ് മരണം. ശരീരത്തിൻ്റെ മരണത്തേക്കാൾ ആത്മാവിൻ്റെ മരണത്തെയാണ് നാം ധ്യാനിക്കേണ്ടതും ഭയപ്പെടേണ്ടതും. കാരണം നമുക്ക് കാത്തിരിക്കാൻ ഇനി അധിക നാളുകളില്ല, അധിക വിനാഴിക നമ്മുടെ മുൻപിലില്ല. മരണദൂതൻ നമ്മുടെ മുൻപിലെത്തുമ്പോൾ ഇനി ഒരു അല്പനിമിഷം ഞാൻ ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞ് യാചിച്ചാൽ പോലും നമുക്ക് ഒരു നാഴിക പോലും ലഭിച്ചെന്ന് വരില്ല. പ്രിയമുള്ളവരെ, നാം ഓരോ നിമിഷവും ഒരുങ്ങിയിരിക്കേണ്ടവരാണ്. നമ്മുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കേണ്ടവരുമാണ്. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന ഞാൻ അടുത്ത പ്രഭാതം കാണുമോ എന്ന് നമുക്കുറപ്പില്ല. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖം ഇനി ഒരു നോക്ക് കൂടി കാണുവാൻ ഞാൻ ഉണ്ടാകുമോ എന്നും അറിയില്ല. വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നത് ചിലപ്പോൾ വിദ്യാലയത്തിലേക്കാകാം, പള്ളിയിലേക്കാകാം, ജോലിസ്ഥലത്തിലേക്കോ പറമ്പിലേക്കോ, ഒന്നും വേണ്ട അടുത്തുള്ള വീട്ടിലേക്കോ വരെയാകാം. ഇനി തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമോ എന്ന് നമ്മിൽ ആർക്കുറപ്പുണ്ട്? മരണം എന്നത് എപ്പോൾ വരുമെന്ന് ആർക്കും ഒരിക്കലും അറിയില്ല. ജനനം പോലെ തന്നെ ഒരു ലൗകിക സത്യവും ഒരിക്കലും മാറ്റപ്പെടാത്തതും
നിർവചിക്കാനാവാത്തതുമായ ഒന്നാണ് മരണം. ലാസറിന്റെ മരണത്തിൽ ഈശോ നെടുവീർപ്പിട്ടു. സഹോദരിമാരും ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരും വിലപിച്ചു. യഹൂദജനം മുഴുവൻ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. കാരണം ലാസറിന്റെ മരണം അവർക്കെല്ലാം ഒരു ശൂന്യത നൽകി. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മരണം മറ്റുള്ളവർക്ക് ഒരു ശൂന്യതയും നഷ്ടപ്പെടലുമായി തോന്നാറുണ്ടോ? തോന്നുമോ? അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. മറ്റുള്ളവർക്ക് നൽകാൻ എനിക്ക് കഴിയുന്നത് ഏക സമ്മാനം മാത്രമാണ്, ഒരു പുഞ്ചിരി, ഒരു സ്നേഹ സാന്നിധ്യം. എൻ്റെയും നിങ്ങളുടെയും ജീവിതം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറുവാൻ, ഒരനുഗ്രഹ സാന്നിധ്യമായി നൽകുവാൻ കഴിഞ്ഞാൽ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഈ ലോകത്തിലുള്ള വിലപ്പെട്ടതൊക്കെ എത്തിപ്പിടിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും എൻ്റെ ആത്മാവിനെയും എൻ്റെ ബന്ധുമിത്രാദികളെയും എൻ്റെ സ്നേഹ കൂടാരത്തിൽ ഒതുക്കുവാൻ, എൻ്റെ സ്നേഹ കരങ്ങൾക്കുള്ളിലാക്കുവാൻ സാധിച്ചാൽ അതാണ് നമുക്ക് ഈ ജീവിതത്തിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇഹലോക ജീവിതം ഏറ്റവും സന്തോഷദായകമായി, ഏറ്റവും അനുഗ്രഹപ്രദമായി മാറുവാൻ ഈ നവംബർ മാസം എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഉൾക്കാഴ്ചകളും അനുഭവങ്ങളും പകരട്ടെ. എനിക്ക് സ്വന്തമായിട്ടുള്ള ആ 6 മണിയിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ ഓർക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കേണ്ട നാളുകളാണത്. കാരണം എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മടിത്തട്ടിൽ ഇരിക്കുവാനും അവിടുത്തെ തിരുമുഖ ദർശനം ഭാഗ്യം ലഭിക്കുവാനും നമുക്ക് സാധിക്കുമാറ് എൻ്റെ പുണ്യപ്പെട്ട ആ ജന്മദിനം എൻ്റെ സ്വർഗീയ ജന്മദിനം എന്നാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിനാൽ ഈ നവംബർ കാലം നമ്മെ ഓരോരുത്തരെയും അതിനായി ഒരുക്കട്ടെ. നന്ദി.